RSSന്റെ മുഖപത്രമായ ഓർഗനൈസറിന്റെ ഓൺലൈൻ പതിപ്പിൽ ക്രൈസ്തവരെ അപമാനിച്ചുകൊണ്ട് അവർ പ്രസിദ്ധീകരിച്ച ലേഖനങ്ങൾ പിൻവലിച്ചത് അവർ ചെയ്തത് തെറ്റാണെന്ന് തോന്നിയതുകൊണ്ടല്ലേ? അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ക്രൈസ്തവർക്ക് അനുകൂലമായ ചില കാര്യങ്ങളും ആ ലേഖനത്തിൽ ഉണ്ടായിരുന്നു, അതുകൊണ്ട് പിൻവലിച്ചതും ആകാം. പിന്നെ ക്രൈസ്തവരുടെ ഭൂമിയെ സംബന്ധിച്ച പച്ചക്കള്ളവും ലേഖനത്തിൽ പറയുന്നുണ്ട്. ചില വ്യാജ ആരോപണങ്ങൾ ഇതൊക്കെയാണ്. കത്തോലിക്ക സഭയുടെ അധീനതയിൽ 2457 ആശുപത്രികൾ, 240 നഴ്സിംഗ് മെഡിക്കൽ കോളേജുകൾ, 28 ജനറൽ കോളേജുകൾ, 5 എഞ്ചിനീയറിംഗ് കോളേജുകൾ, 3765 സെക്കൻഡറി സ്കൂളുകൾ, 7319 പ്രൈമറി സ്കൂളുകൾ, 3187 നഴ്സറി സ്കൂളുകൾ എന്നിവയൊക്കെയുണ്ട്. ഇതൊക്കെ 1927 ചർച്ച് ബില്ല് വഴിയായിട്ട് ബ്രിട്ടീഷുകാർ കത്തോലിക്ക സഭയ്ക്ക് കൊടുത്തതാണ്. ഇതിന്റെയൊക്കെ പാട്ടക്കരാർ കഴിഞ്ഞതാണ്. അതുകൊണ്ട് ഇതൊക്കെ സർക്കാർ കണ്ടുകെട്ടണം. മലയോര മേഖലയിലെ ഭൂമി ഭൂപരിഷ്കരണ നിയമത്തിൽ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ചില വിളകൾ തോട്ടവിളകളാക്കി കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ നിശ്ചയിച്ചിരുന്നു. ഇതുവഴിയായിട്ട് അവർ ഭൂപരിധി നിയമത്തിൽ നിന്ന് രക്ഷ നേടി. അതുകൊണ്ട് ബ്രിട്ടീഷുകാരിൽ നിന്ന് കത്തോലിക്ക സഭ അവിഹിതമായി സമ്പാദിച്ച സ്വത്തുവകകളൊക്കെ സർക്കാർ കണ്ടുകെട്ടി ചർച്ച് ബോർഡിന്റെ അണ്ടറിൽ കൊണ്ടുവരണം എന്നൊക്കെയാണ് ചില ആരോപണങ്ങൾ. ഇത് RSS മാത്രമല്ലല്ലോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയൊക്കെ പല കാലഘട്ടങ്ങളിലും പറഞ്ഞിട്ടുള്ളതല്ലേ? അതെ, പറഞ്ഞിട്ടുള്ളതാണ്. ഇനിയിപ്പം ഓർഗനൈസർ ലേഖനത്തിലെ വസ്തുതകളെ കുറിച്ച് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ പറയുന്ന ചില കാര്യങ്ങളൊക്കെ ഓരോ ക്രൈസ്തവർക്കും അഭിമാനിക്കാൻ വകുപ്പുള്ള കാര്യങ്ങളാണ്. പ്രധാനമായിട്ടും പ്രാഥമിക വിദ്യാഭ്യാസം, ഉന്നത വിദ്യാഭ്യാസം, ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വ്യാപനം, ആദർ ശുശ്രൂഷ തുടങ്ങിയ കാര്യത്തിലൊക്കെ ഒരു ചെറിയ അജഗണം ചെയ്യുന്ന വലിയ കാര്യങ്ങളെക്കുറിച്ച് ആ ലേഖനത്തിൽ പറയുന്നുണ്ട്. ഇന്ത്യയിലെ അനൗപചാരിക വിദ്യാഭ്യാസത്തെ ഔപചാരിക വിദ്യാഭ്യാസമാക്കി മാറ്റിയതിന്റെ ക്രെഡിറ്റ് ഇന്ത്യയിലെ ക്രൈസ്തവർക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. അപ്പോൾ ക്രിസ്ത്യൻ മിഷണറിമാർക്ക് മുമ്പ് ഇവിടെ വിദ്യാഭ്യാസ സംവിധാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു, പക്ഷെ അവരൊന്നും എല്ലാ വിഭാഗം ജനങ്ങൾക്കും വിദ്യാഭ്യാസം കൊടുത്തിരുന്നില്ല. ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇന്ത്യയിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും വിദ്യാഭ്യാസം നേടാനുള്ള സാഹചര്യം ഉണ്ടാക്കി. ഇന്ത്യയിലെ ആദ്യത്തെ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രം എന്ന് പറയുന്നത് കോട്ടയം CMS കോളേജാണ്. 1855 അത് എയ്ഡഡ് ആക്കി. ഒന്നാമത്തെ കാര്യം, ഇവിടുത്തെ ജനങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക, ആദർ ശുശ്രൂഷ കൊടുക്കുക എന്നൊക്കെ പറയുന്നത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്, അല്ലാതെ ക്രൈസ്തവരുടേതല്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആശുപത്രികളും ഒക്കെ ശരിക്കും പറഞ്ഞാൽ സർക്കാരിനെ സഹായിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, ഒരു കുട്ടിയെ സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിപ്പിക്കുന്നതിന് സർക്കാരിന് വരുന്ന ചെലവിന്റെ 65% മാത്രമേ അതേ കുട്ടിയെ ഏതെങ്കിലും എയ്ഡഡ് സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ സർക്കാരിന് വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള എയ്ഡഡ് സ്കൂളുകൾ വഴി ഖജനാവിലേക്ക് കോടിക്കണക്കിന് രൂപയാണ് കിട്ടുന്നത്. ജീവനക്കാർക്ക് വേതനം നൽകുക എന്നൊരു ബാധ്യത ഒഴികെ വേറൊരു വിദ്യാഭ്യാസത്തിന് വരുന്ന എല്ലാ ചെലവുകളും വഹിക്കുന്നത് അതിന്റെ മാനേജ്മെന്റ് ആണ്. ക്രിസ്ത്യൻ മാനേജ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം സഭാംഗങ്ങൾ സ്വരൂപിക്കുന്ന വരുമാനത്തിൽ നിന്നാണ് ഇതൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഈ സ്ഥാപനങ്ങളെല്ലാം കത്തോലിക്ക സഭയുടേതാണെന്നും 1927 ബ്രിട്ടീഷ് സർക്കാർ കൊണ്ടുവന്ന ചർച്ച് ബില്ലിലൂടെ കത്തോലിക്ക സഭയ്ക്ക് പാട്ടത്തിന് ലഭിച്ച ഭൂമിയാന്നൊക്കെ പറയുന്നതോ? അത് മറ്റൊരു നുണ. ഒന്നാമതായിട്ട് കത്തോലിക്ക സഭ എന്ന പേരിൽ ഇന്ത്യയിൽ എവിടെയും ഭൂമി സ്വന്തമായിട്ടില്ല, സ്ഥാപനങ്ങളുമില്ല. പക്ഷെ ക്രൈസ്തവരുടെ ചെറിയ കൂട്ടായ്മകൾക്ക് ഭൂമിയുണ്ട്, സ്ഥാപനങ്ങളുണ്ട്. അതൊക്കെ ഭരണഘടനയുടെ കീഴിൽ റവന്യൂ അധികാരത്തിൽ കൈവശം വെച്ചിരിക്കുന്ന ഭൂമിയാണ്. ചിലതൊക്കെ രാജാക്കന്മാർ നൽകിയതുമാണ്. അതൊക്കെ അവർക്ക് ചെയ്തു കൊടുത്തിട്ടുള്ള എന്തെങ്കിലും സേവനങ്ങൾക്ക് പ്രതിഫലമായിട്ടോ അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾക്കോ നൽകിയിട്ടുള്ളതാണ്. 1927 ചർച്ച് ബില്ല് വരുന്നതിന് മുൻപ് തന്നെ 100 കണക്കിന് സ്കൂളുകളും കലാലയങ്ങളും ഒക്കെ ക്രൈസ്തവർ ആരംഭിച്ചിരുന്നു. 1855 പള്ളിക്കൊപ്പം പള്ളിക്കൂടം എന്ന തത്വം കത്തോലിക്ക സഭ നടപ്പിലാക്കിയത്. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് ഒരുപാട് ഹിന്ദുക്കളും ക്രൈസ്തവരും ഒക്കെ ഭൂമി ദാനം ചെയ്തിട്ടുണ്ട്. അതായത് ഇവയെല്ലാം നിലനിൽക്കുന്നത് ഇതിന്റെ സംഘാടകരായ വൈദികരും സന്യസ്തരും ഒക്കെ അവരുടെ അധ്വാന ഫലം പൊതുനന്മയ്ക്ക് വേണ്ടി സംഭാവന ചെയ്തതുകൊണ്ടാണ്. അപ്പം ഇതൊക്കെ ഓർമ്മപ്പെടുത്താൻ ഓർഗനൈസറിന്റെ ലേഖനത്തിന് കഴിഞ്ഞു.